ദുരന്തമുഖത്ത് കേരളത്തിൻ്റെ മുന്നേറ്റത്തിൻ്റെ ഒരു പുതിയ ചരിത്ര മുഹൂർത്തമായിരുന്നു അത്. സമയബന്ധിതമായി ടൗൺഷിപ്പ് ഈ ദുരന്തബാധിതർക്ക് കേരളം ലോകത്തിന് മാതൃകയായി സൃഷ്ടിക്കാൻ പോവുകയാണ്. സമയബന്ധിതമായി ഇത് പൂർത്തിയാക്കാൻ അതിനെ അതേ ആർജവത്തോടെയും അതേ മികവോടെയും തന്നെയാണ് കൈരളി ന്യൂസ് പ്രേക്ഷകർക്ക് മുമ്പാകെ എത്തിച്ചത്. അത് ആവേശത്തോടെ എടുത്തു പറഞ്ഞ് തന്നെ ഓർമ്മിപ്പിച്ചും പോകേണ്ടതാണ് എന്നതുകൊണ്ടുകൂടിയാണ് ഞാനത് ഓർമ്മിപ്പിച്ചത്. അതൊക്കെയും അവിടെ നിന്ന് ഇന്നലെ നേതൃപരമായി നിർവഹിച്ച ഞങ്ങളുടെ വാർത്താ സംഘത്തെ നയിച്ച ജോഷില ഇപ്പോൾ അവിടെ നിന്ന് രാവിലെ ചേരുന്നുണ്ട് വയനാട്ടിൽ നിന്ന്. ജോഷില, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് ശരത്. ജോഷിലേക്ക് ഇതൊക്കെ പറയുമ്പോൾ നാണമാണോ ചിരിയാണോ? ഇന്നലെ ഗംഭീരമായി ജോഷില, യാതൊരു സംശയവുമില്ല. നമ്മുടെ സംഘം, നമ്മുടെ വാർത്താ സംഘം എല്ലാവരും ചേർന്ന്, ഒരാളുടെ കാര്യമല്ല, എല്ലാവരും ചേർന്ന് അത്രമേൽ ആവേശത്തോടെ നമ്മൾ മറ്റെല്ലാ മാധ്യമങ്ങളെക്കാളും അധികം ഉത്തരവാദിത്തത്തോടെ പ്രേക്ഷകർക്ക് മുമ്പിലേക്ക് അത് രാവിലെ മുതൽ രാത്രി വരെ എത്തിക്കുകയുണ്ടായി. അത് പിന്നീട് പൂർണ്ണമായി ഇന്ന് രാവിലെ അവിടെ നിന്നുള്ള ഇന്നലത്തെ ആ പരിപാടിയുടെ സമ്പൂർണ്ണമായ റിപ്പോർട്ട് അടക്കം പ്രേക്ഷകരെ ഓർമ്മിപ്പിച്ചുകൊണ്ടാണ് നമ്മൾ രാവിലെ അവിടേക്ക് വരുന്നത്. എന്താണ് അവിടുത്തെ മനുഷ്യരുടെ ഒരു സന്തോഷം, അവരുടെ പ്രതീക്ഷ, എങ്ങനെയാണ് അവർ രാവിലെ പങ്കുവെക്കുന്നത്? ഞാൻ വിചാരിക്കുന്നത് ജോഷിലയ്ക്കൊപ്പം അവരാരൊക്കെയുണ്ട്, എവിടെ ഒരു ഭാഗത്തോ ഏതോ ഒരു സ്ഥലത്താണ് ജോഷില ഇപ്പോൾ ഉള്ളത്, എവിടെയാണ്, എന്താണ് വിശേഷങ്ങൾ പറയും? ശരത്, ഞാനിപ്പോൾ ഉള്ളത് ഇവരെ വാടക വീട്ടിലേക്ക് താമസിപ്പിച്ച ആ സ്ഥലത്താണുള്ളത്. ഇന്നലെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം, കൈരളിയെ സംബന്ധിച്ചിടത്തോളവും ചൂരൽമലയിലെയും മുണ്ടക്കയിലെയും ആളുകളെ സംബന്ധിച്ചിടത്തോളവും ആഹ്ലാദത്തിന്റെ ദിവസങ്ങൾ തന്നെയായിരുന്നു. കാരണം കഴിഞ്ഞുപോയ ദുരന്തത്തിൽ അവർക്കൊപ്പം നിന്നവരാണ് ഞങ്ങൾ അവരെക്കാൾ വേദനിച്ചവരുമാണ്. ഒരു പക്ഷേ അവരുടെ സങ്കടങ്ങളിൽ ഒരുമിച്ച് നിന്നവരാണ്. അതുകൊണ്ട് തന്നെ ഇന്നലെ എന്നുള്ള ഒരു ദിവസം ഞങ്ങളും പ്രതീക്ഷയോടുകൂടി കാത്തിരുന്ന ദിവസമാണ്. തലേ ദിവസം വരെ അവിടെ എൽസ്റ്റൺ എസ്റ്റേറ്റിലെ തൊഴിലാളികളെ ഉപയോഗിച്ചുകൊണ്ട് പ്രതിപക്ഷമടക്കം പ്രശ്നങ്ങൾ ഉണ്ടാക്കുമോ എന്നുള്ള ഒരു ഭയം ഞങ്ങളുടെ ഉള്ളിലുണ്ടായിരുന്നു. എന്നാൽ സർക്കാർ അതുപോലും വളരെ കാര്യമായി കണ്ട് ആ തൊഴിലാളികളെയും ഞങ്ങൾ കൈവിടില്ല എന്ന് കണ്ടുകൊണ്ട് തലേ ദിവസം തന്നെ ആ പ്രശ്നവും പരിഹരിക്കുന്നു. അവർക്ക് 6 കോടിയോളം രൂപ മാനേജ്മെന്റുമായി സംസാരിച്ച് യോഗം വിളിച്ചു ചേർത്ത് അവർക്ക് നൽകാൻ, അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ നൽകാൻ വേണ്ടി തീരുമാനിക്കുന്നു. ആ തൊഴിലാളികളെയും സ്വന്തം കരങ്ങൾക്കുള്ളിൽ ചേർത്ത് പിടിക്കുന്ന ഒരു സർക്കാർ, അത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളവും ഇവിടെയുള്ള ജനങ്ങളെ, വയനാട്ടിലെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏറെ സന്തോഷകരമാണ്. ഒരു തൊഴിലാളിയെയും സർക്കാർ കൈവിടില്ല എന്നുള്ളതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമായിരുന്നു അത്. അതുപോലെ തന്നെ എല്ലാ പ്രതിസന്ധികളെയും, പ്രതിപക്ഷം ഉയർത്തിയതും കേന്ദ്ര സർക്കാർ ഉയർത്തിയതുമായ എല്ലാ പ്രതിസന്ധികളെയും മറികടന്നാണ് ഇന്നലെ ആ തറക്കല്ലിടൽ ചടങ്ങ് നടന്നത് എന്നുള്ളതാണ്. അത് കഴിഞ്ഞ് മുഖ്യമന്ത്രിയുടെ വാക്കുകളാണ്. അത് ഏറെ സന്തോഷകരവും ആശ്വാസകരവും പ്രതീക്ഷയുണ്ടാക്കുന്നതുമായിരുന്നു. അവിടെ എത്തിച്ചേർന്ന ഓരോ ആളുകളും ആ പ്രതീക്ഷയും സന്തോഷവും ഞങ്ങളോട് പങ്കുവെക്കുകയുമുണ്ടായി. അവർ ഇന്ന് രാവിലെ വന്ന് കാണുമ്പോൾ എന്തോ ഒരു ആഘോഷം കഴിഞ്ഞതിൻ്റെ ഒരു നിറവിൽ അല്ലെങ്കിൽ ആശ്വാസത്തിലാണ് അവരൊക്കെ തന്നെ. നമ്മുടെ കൂടെ സുശീല ചേച്ചിയുണ്ട്. അവർ ഇന്നലെ മുതൽ എന്നെ കണ്ടപ്പോഴൊക്കെ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നു. അതുകൊണ്ട് തന്നെയാണ് രാവിലെ എത്തിയത്. വയനാടിനൊരു പൊതു സ്വഭാവമുണ്ട്, എഴുന്നേൽക്കാൻ കുറച്ച് ലേറ്റ് ആവും എന്നുള്ളത്. അതുകൊണ്ടാണ് രാവിലെ തന്നെ 7 മണിക്ക് തന്നെ ഇതിൽ മുന്നിലേക്ക് വരാൻ പറ്റാതിരുന്നത്. എന്തായാലും സുശീലേച്ചി ഞങ്ങളുടെ കൂടെയുണ്ട്. സുശീലേച്ചി, എന്ത് പറയുന്നു ഇന്നലത്തെ ഒരു പരിപാടിയൊക്കെ മുഖ്യമന്ത്രിയൊക്കെ കണ്ടപ്പോൾ? നല്ല സന്തോഷവും, ഞങ്ങൾക്ക് ജീവിതത്തിൽ ഇതുപോലൊരു സന്തോഷം ഞങ്ങൾക്കില്ല. അത്ര നല്ല സന്തോഷമായി. സ്ഥലവും വീടിൻ്റെ പ്ലാനും എല്ലാം ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു. നല്ല സന്തോഷമാണ്. വന്ന് വർത്തമാനം പറഞ്ഞതെല്ലാം ഞങ്ങൾക്ക് നല്ല ഇഷ്ടമായി. ഇനി എന്താ, ഞങ്ങൾക്ക് ഇത് വീടും കൂടി ഒന്ന് കെട്ടി ഞങ്ങൾക്ക് തന്നിട്ടുണ്ടെങ്കിൽ ഇനി ഇതിലും വലിയ സന്തോഷമാണ്. ഞങ്ങൾക്ക് ഉരുളുപൊട്ടി അങ്ങനെയൊക്കെ ആയിട്ടുണ്ടെങ്കിൽ പോലും ഇപ്പം ഞങ്ങൾക്ക് നല്ല സന്തോഷമാണ്. ഞങ്ങൾക്ക് ജീവിതത്തിൽ നല്ല സന്തോഷമാണ്. ഇനി വീടും കൂടി കെട്ടിക്കിട്ടിയാൽ ഇതിനെക്കാട്ടി സന്തോഷമാണ്. ഒത്തിരി സന്തോഷമുണ്ട്. ഞങ്ങൾക്ക് ഒരുപാട് സന്തോഷമുണ്ട് ജീവിതത്തിൽ. ഇപ്പോൾ നല്ല സന്തോഷം തോന്നി. ഞങ്ങൾക്ക് നല്ല കേട്ടിരിക്കാനും തോന്നി. നല്ല സന്തോഷമാണ്. നല്ല വർത്താനവും പറഞ്ഞു. നല്ലൊരിതായിരുന്നു. ഇന്നലെ വരെ ഇത് നടക്കുമെന്നുള്ളൊരു ഒരു പേടി ഉണ്ടായിരുന്നു. എല്ലാവരും തടയുമോ, അങ്ങനെ എന്താകും എന്നുള്ളൊരു പേടി ഉണ്ടായിരുന്നു. ഇനി ഞങ്ങൾക്ക് എന്താന്ന് പറഞ്ഞാൽ ബാക്കിയുള്ളവർക്കും കൂടി കിട്ടണം വീട്, എന്നാലാണ് നല്ല സന്തോഷം ഉണ്ടാകുള്ളൂ. അവർ ഒറ്റപ്പെട്ടു പോകരുതല്ലോ, അതുകൊണ്ട് അവർക്കും വേണം. ആരെയും ഒറ്റപ്പെടുത്തില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് ഇന്നലെ മന്ത്രി കെ രാജൻ അടക്കം പറഞ്ഞ കാര്യങ്ങൾ. അതെ, പടവെട്ടിക്കുന്നിനും അവർക്കും വീടുകളെല്ലാം കൊടുക്കണം. എന്നാൽ നല്ല സന്തോഷമാണ്. ഇല്ലാത്തവർക്ക് എല്ലാവർക്കും കൊടുക്കണം. നമുക്ക് അത്രയേ ഉള്ളൂ. അതാണ് എല്ലാവർക്കും വേണ്ടിയിട്ടുള്ള സംസാരമാണ് അല്ലെ. അതിന് ഇപ്പൊ നിയമത്തിന്റെ പരിധിക്കുള്ളിൽ വരുന്നവരെയാണ് ഇതിനകത്ത് പരിഗണിച്ചിട്ടുള്ളത്. ഇനി എല്ലാവർക്കും പരിഗണിക്കും എന്നത് മന്ത്രി കെ രാജൻ ഇന്നലെ പറഞ്ഞതാണ്. എന്തായാലും സന്തോഷത്തിലാണ് അല്ലെ.